അപ്പോൾ ഗൈസ് ഞങ്ങൾ ഒരു യാത്ര പോവാണ്. ഞാനും ലിജിയും കൂടെ. അമ്മതേ അവിടെ യാത്ര അയക്കാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര രസകരമായിട്ടൊരു കഥയാണ് കേട്ടോ. മൊത്തത്തിൽ വലിയൊരു കഥയാണ്, അത് ഞാൻ പറയാം. വണ്ടി നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് റോഡിലോട്ട് വെക്കാം. വേറെ വണ്ടിയൊന്നുമില്ല. അമ്മതേ വാതിക്കപ്പെടും കേട്ടോ. അമ്മ വരുന്നില്ല, ഞാനും ലിജിയാണ് പോണേ. പിന്നെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ വേറെ കുറച്ച് അതിഥികളും ഉണ്ടാവില്ലേ ലിജി? പറയാട്ടോ. അപ്പം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. ചെറിയ ചാറ്റമഴയും കാര്യങ്ങളും രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ ദേവൻ ഇന്ന് സ്കൂളിലെ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ എന്നെ കിടന്ന് വിളിക്കുന്നത് മാമൻ വരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാമായിരുന്നു. അപ്പോൾ ലിജി വരാനായിട്ട് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായത് രാവിലെ കേട്ടോ. കരഞ്ഞ് തളരും ഇവിടെ നിന്ന തളരും. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ രുത്തു കിഴക്കലെ പാപ്പൻ്റെ മോളുടെ കുഞ്ഞ് ഇന്ന് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയിട്ടോ. മൂന്ന് മാസത്തെ ചടങ്ങും കാര്യങ്ങളെല്ലാം 3 മാസത്തെ വീട്ടിൽ നിൽക്കുമല്ലോ, സ്വന്തം വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ലിജിക്ക് രാവിലെ ഭയങ്കരമായ കരച്ചിൽ. എന്നിട്ട് എന്നോട് പറഞ്ഞ് അത് ലിജിക്ക് കാണാൻ വയ്യ, പോകുന്നത് കാണാൻ വയ്യ, അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വരട്ടെ. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ ആളാ ഇന്ന് എൻ്റെ കൂടെ കയറി വരുവാണ് കേട്ടോ. ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞേക്കുന്നത് അവർ പോയതിന് ശേഷം മാത്രം വന്നാൽ മതി നമുക്ക്, അല്ലാതെ ഇങ്ങോട്ട് വരണ്ടാന്ന്. അതായത് അവർ പോകുന്ന കാണാൻ വേണ്ടി ലിജിക്ക് വയ്യ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ലിജിക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ, ലിജി, അളിയൻ, പെങ്ങള്, ദേവൻ, ശ്രീകുട്ടനും ഉണ്ടാവും മിക്കവാറും. ഞങ്ങളെല്ലാം കൂടെ കൊട്ടാരക്കരയാണ് ഉണ്ടാകും മാച്ച് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോവാണ്. അവിടെ ജോഗിങ് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഓട്ടക്കാരാണല്ലോ, ദൂരെയുള്ള ഓട്ടക്കാരാണെന്ന് തോന്നുന്നു. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. എനിക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമമൊക്കെ ആയിട്ട് എൻ്റെ കൂടെ വരുവാണ്. അത് കാണാൻ വയ്യ, കൊച്ചു പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ട് 1 മാസമായിട്ടേ വിഷമമായി ഈ മാസം പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ പെട്ടെന്ന് അങ്ങ് എത്തിയില്ല ലിജി പോണ ദിവസം. രാവിലെ അമ്മ ആശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞ് ലിജിയെടുത്ത് പറഞ്ഞ് അവർക്ക് അവരുടെ വീട്ടിലോട്ട് പോകണ്ടേന്ന് ചോദിച്ചു. അന്നേരം ലിജി കേട്ടത് കൊട്ടാക്കര പോയാൽ എങ്ങനെ ആ കൊച്ചു പോകുന്ന കാണണ്ടേന്നാണ് ലിജി കേട്ടത്. അങ്ങനത്തെ ഒരു കൊച്ചാണ് ഈ കൊച്ച്. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം. മഴ ആയാലും നമ്മൾ പോവും ഒരുമിച്ച്. അവിടെ പോയി വിഷമിക്കുന്നതിനൊക്കെ നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടാവണം എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ. എവിടെ പോണേ ബൈക്കേഴ്സ്. കഴിഞ്ഞ ഞായറാഴ്ചയും കരഞ്ഞു. അവിടെ നിന്നാ കരഞ്ഞ് സീനാക്കും. അതുകൊണ്ടാ ലിജി പോവാന്ന് വിചാരിച്ചേ. ഇന്നലെ വരാനായിട്ടൊരു പ്ലാനും ഇല്ലായിരുന്നു ലിജിക്ക്. എന്നോട് പറയാം നീ ഒറ്റയ്ക്ക് പൊക്കോ, എനിക്ക് ലുത്ത് പോകുന്നപ്പോ ഇവിടെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞ ആളിത് രാവിലെ എന്റെ പറയാം ലുത്ത് പോകുന്ന എനിക്ക് കാണണ്ട. കൊച്ചു പോട്ടെ, കൊച്ചിന്റെ വീട്ടിൽ പോണ്ടേ. തീർച്ചയായിട്ടും കാര്യമില്ലല്ലോ. എന്താ നേരത്തെ പറയാൻ? അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ദേവൻ്റെ ശ്രീകുണ്ടൊക്കെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. എനിക്ക് 2 മനസ്സായിട്ടിരിക്കുക. അപ്പം വീട്ടിൽ പോയി കൊച്ചിനെ കാണണമെന്നുണ്ടോ?
കൊച്ച് ഉള്ളത് കാരണം, കൊച്ച് പോകുന്നത് കാരണം ലിജിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ. കേട്ടില്ല? രാവിലെ എനിക്ക് സൗണ്ടൊന്നും കിട്ടുന്നില്ല, ഉറക്കത്തിൽ നേരെ വിളിച്ചോണ്ട് വന്നേട്ടോ. ഈ ആഴ്ച അവള് പോവാന്ന് പോവില്ലേ കാണാൻ? ഈ ആഴ്ച അങ്ങോട്ട് പോയില്ല. ഈ ആഴ്ച ലിജി അങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊച്ചിനെ കാണാൻ പാ അല്ലേ? വേണ്ടേ? ലിജി ആകെ ഡെസ്പയർഡ്. ലിജി പറയാ വേണ്ട, കൊച്ചു പോകണ്ട, വീട്ടിൽ പോകണ്ടെന്നൊക്കെ പറയണേ. ഇങ്ങനെ പോയാൽ ഞാൻ കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും മിക്കവാറും. കൊച്ചിനെ കാണാതിരിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്തുവാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ മാറൂടെ? അവൾ അവിടെ ചെന്ന് അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ അവൾ അവിടെ അങ്ങ് ഇതാ സെറ്റ് ആവും. ഇപ്പൊ രശ്മിക്കും പോകാൻ ഭയങ്കര വിഷമാട്ടോ. ലിജിയുടെ വിഷമം ഓർത്തിട്ട് അവൾക്കും വിഷമാ. ഇന്ന് ലിജി അവിടെ ഉണ്ടെങ്കിൽ രശ്മി ലിജിയും കൂടെ ഭയങ്കര നിലവിളി നടത്താൻ സാധ്യതയുണ്ട്, കരച്ചിൽ നടത്താൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് എൻ്റെ കൂടെ വന്നയാ. ഈ രശ്മി വൈകിട്ടെങ്ങനെ പോകത്തുള്ളെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ രശ്മി ഉണ്ടെങ്കിൽ കരച്ചിൽ ബാക്കി അവിടെ ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. എന്തോ ഉറക്കെ പറ. വിളിച്ചു നോക്കിയിട്ട് പോവാന്ന്. കാരണം അവര് പോയിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നാ ലിജി പറയണം കേട്ടോ. അവരവിടെ ഉള്ളപ്പോൾ അവര് പോയിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന്, അതാണ് ലിജിയുടെ പ്ലാന്. അതായത് നമുക്ക് ഇന്ന് ദേവന്റെ ക്രിക്കറ്റ് മാച്ചും നമ്മുടെ കൊട്ടാരക്കരയും ഇക്കാരം അവർ ഗണപതി അമ്പലത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ഉണ്ണിയപ്പൊക്കെ മേടിച്ച് കഴിച്ച് ഇല്ലേ ലിജി? എനിക്കവിടെ അമ്പലത്തിൽ കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാ. അപ്പൊ നമ്മൾ ദേവന്റെ ശ്രീകുട്ടൊക്കെ വീടിന്റെ ഭാഗത്തേക്ക് എത്താനായിട്ട് പോകുന്ന കേട്ടോ. ഇവിടെ ഒരു വലിയ ചിറയുണ്ട്. പണ്ടത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ട് കേട്ടോ, വലിയൊരു ചിറയാ. ഈ ഒരു ഭാഗത്തിലെ മതിലകം ഭാഗം എന്ന് പറയും, അങ്ങനെയൊക്കെ പറയട്ടെ. ഈ ഒരു വലിയ ചിറയാണ് കേട്ടോ. വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമാവും. ഈ ഒരു ചെറിയ കയറ്റം കയറി ചെല്ലുന്നത് ശ്രീകുട്ടൊക്കെ വീടിനടുത്ത് ജംഗ്ഷനായിട്ടോ. നമുക്കിനി അവരെ വണ്ടിയിലേക്ക് കയറ്റാം. രശ്മി പോകുന്നത് കാണാൻ വയ്യാത്തോണ്ട് ഇറങ്ങിയതാ. അതാ മൗനം. നിങ്ങളെ കണ്ടിട്ട് മിണ്ടാത്തതിന്റെ കാര്യം അതാ, മൗന വ്രതത്തില്ല. രശ്മിയൊക്കെ പോയോന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയാൽ മതി. അതാണ് ഇന്നത്തെ തീരുമാനം. അതുകൊണ്ടൊന്ന് ഇറങ്ങിയതാ. അങ്ങനെ അതേ അളിയനും പെങ്ങളും ഒക്കെ വന്നിട്ട് അവര് നമ്മൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വന്നേ കേട്ടോ. അപ്പം അവൻ മാച്ചല്ലേ, ഇത് മാച്ചായതുകൊണ്ട് അവര് ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്ന് കരുതി. ഞാനും ലിജിയും കയറണല്ലോ. ലിജിക്ക് ഇവിടെ വീൽ ചെയറിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് കരുതി. അമ്പലത്തിലെ തിരക്കൊക്കെ കണ്ടത് ഞായറാഴ്ച ആയതുകൊണ്ടേ നല്ല തിരക്കും കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ച് ഗണപതി അമ്പലത്തിൽ ഇപ്പം മണ്ഡലകാലമൊക്കെ തുടങ്ങുമല്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മണ്ഡലകാലം അടുത്ത മാസം തുടങ്ങും. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങളിതേ പാർക്കിങ്ങിൽ വന്ന് കിടക്കാം കേട്ടോ. അപ്പോൾ അവർ അമ്പലത്തിലേക്ക് പോയി. ഈ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരും. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് കേട്ടോ. കൊട്ടാരക്കര അമ്പലത്തിൽ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആട്ടോ. ഭയങ്കര രുചിയാണ് കേട്ടോ. പ്രത്യേക ഒരു രുചിയാണ്. എനിക്ക് ഏറ്റവും പറഞ്ഞാൽ ഞാൻ മധുരമൊന്നും അങ്ങനെ കഴിക്കാറില്ല, കഴിച്ചുകൂടാ. പക്ഷെ ഞാൻ ഉണ്ണിയപ്പം അങ്ങോട്ട് ഒരെണ്ണം കഴിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ പോകത്ത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങിയോണ്ട് ലിജി കുളിക്കാതെ ഇറങ്ങി കേട്ടോ. കുളിക്കാതൊക്കെ അമ്പലത്തിലേക്ക് കയറുന്നത് അങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾ കയറാത്ത. ഇവിടെ നല്ല തിരക്കട്ടെ, ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ട് അത്യാവശ്യം. ഞങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മളെ അറിയുന്ന നമ്മുടെ ഫോളോവേഴ്സ് ആരിലൊക്കെ കൊണ്ട് ഉണ്ണിയപ്പം കൊണ്ടുവരുവാണെങ്കിൽ അവർ വരുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ലിജി ഞങ്ങളതും പറഞ്ഞിരിക്കുക കേട്ടോ. നമ്മളെ അറിയുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ എന്നെ ഒരുപാട് പേര് ലിജിയുടെ കാര്യം തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ദൂര സ്ഥലത്ത് നിന്ന് വന്നവരൊക്കെ തിരക്കിയായിരുന്നു. ആരൊക്കെ ഫോൺ അടിക്കുന്നു. ഞങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കും, പക്ഷെ ആരും കണ്ടില്ല കേട്ടോ. പുറത്തിറങ്ങിയായിരുന്നേ ലിജിയെ അറിയുന്ന ഒരുപാട് പേരുണ്ടായേനെ.
ഈ കണ്ണെന്നിട്ട് കാത്തിരിക്കട്ടോ. കണ്ണെന്നിട്ട് കാത്തിരുന്ന് എന്തോ വിശന്നിട്ടാ, ഭയങ്കര വിശപ്പ് ലിജിക്കേട്ടോ. രാവിലെ അതിരാവിലെ ഇറങ്ങിക്കൊണ്ട് നല്ല വിശപ്പ്. അപ്പം തൽക്കാലം ദേവൻ 8:30 ആകുമ്പോൾ കൂടെ ചെല്ലണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം. അവിടെ ചേട്ടനും ചേച്ചി നിൽപ്പുണ്ട് കേട്ടോ. അവരെ ഫേസ് ചെയ്യാൻ കാണിക്കുന്നില്ല. അവർ കണ്ണിന് പരിമിതിയുള്ളവരാണ്, കാഴ്ചയ്ക്ക് പരിമിതിയുള്ളവരാട്ടോ. അപ്പോൾ അവർ ലോട്ടറി വിൽക്കാനായിട്ട് രാവിലെ വന്നിരിക്കട്ടോ. അമ്പലത്തിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഒരുപാട് പേര് ലോട്ടറിയൊക്കെ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ലോട്ടറി എടുക്കാനായിട്ട് വന്നിരിക്കട്ടോ. അപ്പോൾ ലിജിക്കൊരാഗ്രഹം, അവരുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ ലോട്ടറിയും നമുക്ക് മേടിച്ചാലോ എന്നൊരാഗ്രഹം കേട്ടോ. അപ്പം അവർ നേരെ നിൽക്കണ്ടല്ലോ, വൈകിട്ട് വരെ നിൽക്കണം. ലിജിക്കൊരാഗ്രഹം. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ. അവർ പോവും അവിടുന്ന്. ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ലിജിക്കൊരാഗ്രഹം, ഉള്ളൊരാഗ്രഹമില്ലേ. അപ്പോൾ നമുക്കതങ്ങ് നടത്തി കൊടുക്കാൻ കരുതി. വലിയ ലോട്ടറി ഉണ്ടല്ലോ, ഇപ്പോൾ കൂടി ഇപ്പോൾ 500 രൂപയുടെ ലോട്ടറി ഉണ്ടാവുള്ളൂ അവരുടെ കയ്യിൽ. അത്രേ ഉള്ളൂ, ഞാൻ കണ്ടിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ നോക്കിയിരിക്കുക, ചോദിച്ചിട്ട് വരാം. അപ്പോൾ ലോട്ടറി എണ്ണം ചോദിച്ചു കേട്ടോ. അവരുടെ കയ്യിൽ 10-20 ലോട്ടറി ഇരിപ്പുണ്ട്. ഏകദേശം 1000 രൂപയുടെ ലോട്ടറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല, അവർക്കാണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല. അങ്ങനെ ഒരാഗ്രഹം, ലിജിക്കൊരാഗ്രഹം, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു വിഷമത്തിൽ ഞങ്ങൾ നിൽക്കും കേട്ടോ. അവരോട് ചോദിക്കുകയും ചെയ്ത്. ഇപ്പോൾ ലിജി ഇവിടെ അപ്പുറത്തപ്പുറത്ത് കിടക്കുന്ന വണ്ടിക്കാരോടൊക്കെ പൈസ വയ്ക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ. എന്താ ഉണ്ണിയപ്പം മേടിച്ചോ? വാ. അവർ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ഇരിപ്പുണ്ടോ? അല്ലോ പൈസ വല്ലോ ഉണ്ടോ? ആണോ? ഇപ്പോൾ ഞാൻ കേട്ടോ കൊട്ടാരക്കര ഗണവിക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം. വാ. അവർ നമ്മളെ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള കേട്ടോ. അമ്മയും മോളും ഇവിടെ അമ്പലത്തിൽ കച്ചവടം ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മുടിഞ്ഞൊരു ബ്ലോക്കിൽ നമ്മൾ പെട്ടിടക്കാം. മഞ്ഞൊരു ബ്ലോക്ക്. നല്ല തിരക്കല്ലേ അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ കളിയടക്ക സ്കൂൾ കേട്ടോ. ഗവൺമെൻറ് HSS ആൻഡ് VHS കൊട്ടാരക്കര. അതിൻ്റെ ഗ്രൗണ്ടിലാട്ടോ. അവിടെ നമ്മുടെ വണ്ടിക്കകത്ത് ലിജിയും അളിയനും ശ്രീകുട്ടനും ഉണ്ട് കേട്ടോ. ദേവനകത്തേക്ക് പോയി നോക്കാം നമുക്ക്. നമ്മുടെ വണ്ടി ഇതിനകത്ത് കയറത്തില്ല. ഇവിടെ ടയർ പിടിക്കുന്നില്ല. വലിയൊരു ബസ് എന്നിട്ട് അതും പിടിക്കണില്ല. അവിടെയാണ് കേട്ടോ കുട്ടികളൊക്കെ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ വന്നിരിക്കുന്നുണ്ടോ. മഴ മൂലം കളി മാറ്റി വെച്ചു എന്നൊക്കെ പറയാൻ നടക്കത്തില്ല. കാരണം മഴ മൂലം നമ്മുടെ കളി വരെ തുടങ്ങിയിട്ടില്ല. ദേവൻ ദോ പോണ് ബാഗൊക്കെ ഇട്ട്. ഒരുപാട് സ്ഥലങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ക്രിക്കറ്റ് മാച്ചിന്. ആ കാണുന്ന പിച്ച് ഇവിടെ ബൗണ്ടറി ലൈൻ ഇവിടെ ഉണ്ട്. ആ സാധനം വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ സുഖമായിട്ട് കളി കാണാം. ഇമാരാണ് അടിച്ച് വണ്ടിയുടെ വണ്ടിക്ക് ഇടാതിരുന്നത്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ സൂം ചെയ്താൽ അത്യാവശ്യം കളിയൊക്കെ കാണാം കേട്ടോ. ദേവനെ ബാറ്റ് ചെയ്യുന്നെങ്കിൽ കാണാനൊക്കെ പറ്റുന്നുണ്ട്. ലിജി ബാറ്റ്സ്മാനാണ് ദേവൻ. വലിയ ഗ്രൗണ്ട് കേട്ടോ എന്തായാലും സ്കൂളിൻ്റെ. വലിയ ഗ്രൗണ്ടാണ് സ്കൂളിൻ്റെ. ഗ്രൗണ്ടോ? നമ്മളാ കണ്ട ഗവൺമെൻറ് HSS ബോയ്സ് കൊട്ടാരക്കര ബോയ്സ് ആണോ അറിയാൻ വയ്യ. വിശപ്പം അറിയാലോ ജി. വിശപ്പൊക്കെ മാറി കേട്ടോ. മഴ കടുത്ത് വരുവാണ് കേട്ടോ. കുറച്ച് വിശപ്പ്. വയറ് കുറച്ച് ഫുഡ് മതി. ചെറിയ വയറല്ലേ. സ്റ്റേഡിയത്തിൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. എന്തോ വയറ് വലുതാ. കുറച്ച് ഫുഡ് മതി. വയറ് വലുതാ പക്ഷെ കുറച്ച് ഫുഡ് മതി. നല്ല മഴ പെയ്യട്ടെ. പിള്ളേരെങ്ങനെ കളിക്കും? ഇനി മഴയത്ത് പിള്ളേര് കളിക്കുന്ന എങ്ങനെ? കളിക്കാൻ പാടാ.
മാനത്തെ കളി വേണ്ട ഏത് കളി? വേണ്ടെന്ന് വെക്കുവാൻ ആ അതാണ് നല്ലത്. അതെ, കളി വേണ്ടാന്ന് വെക്കാറ് നല്ലതാണ്. ഇപ്പോൾ ഓരോരുത്തരൊക്കെ പോകണം, ഇനി കളി വേണ്ടാന്ന് വെച്ചോന്ന് അറിയാൻ വയ്യ കേട്ടോ. ബാറ്റ്സ്മാന്മാർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, കളി തുടങ്ങാൻ പോവാണ്. പെൺകുട്ടികളുടെ കളിയാണ് കേട്ടോ. ബാറ്റ്സ്മാന്മാർ ഓടി ഇറങ്ങി കേട്ടോ. ഫീൽഡർമാരൊക്കെ സെറ്റ് കേട്ടോ, നിമിഷം കൊണ്ടെല്ലാം സെറ്റ് കേട്ടോ. അപ്പോൾ അമ്പയർ വരുന്നുണ്ട്, കളി ഇപ്പോൾ സ്റ്റാർട്ടാവും കേട്ടോ. അമ്പയർ പെർമിഷൻ കൊടുത്ത് ഫസ്റ്റ് ബോൾ അറിയാൻ പോകാം കേട്ടോ. ഓ ഫസ്റ്റ് ബോൾ വൈഡാണ് കേട്ടോ, വൈഡ് വിളിച്ചു, അമ്പയർ വൈഡ് വിളിച്ചു. അപ്പോൾ അങ്ങനെ ഒരു റണ്ണ്, അങ്ങനെ ആ ടീം ബാറ്റ്സ്മാൻ ടീം ഒരു ബാറ്റിംഗ് ടീം ഒരു റൺ സ്കോർ ചെയ്തു. ടെസ്റ്റ് ബോൾ അതൊക്കെ നമ്മൾ നാട്ടിൽ പറമ്പിൽ കളിക്കുമ്പോഴേ ടെസ്റ്റ് ബോള്. ഒറിജിനൽ ക്രിക്കറ്റ് ടെസ്റ്റ് ബോളൊന്നും ഇല്ല, ബോൾ അറിഞ്ഞാൽ ബോൾ അറിഞ്ഞതാ, ടെസ്റ്റ് ബോളാ, അല്ലാത്ത ബോൾ അറിയാൻ പോണ കേട്ടോ. ഓ അതൊരു ബോൾ ലീവ് ചെയ്ത് ബൗളർ അഡ്വാൻറ്റേജ് കിട്ടിയ ബൗളർക്ക്. കാരണം അത് സ്റ്റാൻഡ് ചെയ്യണ്ടേ, കളിക്കാൻ സ്റ്റാൻഡ് ചെയ്യണ്ടേ. ഫസ്റ്റ് ബോൾ അവർക്ക് ഒന്ന് ലീവ് ചെയ്ത് കളഞ്ഞേട്ടോ പന്ത് എടുക്കാൻ. ആ ബോളും ഓ അതെ റണ്ണൗട്ട്, ഫസ്റ്റ് റണ്ണൗട്ട്. അങ്ങനെ വിക്കറ്റ് ആയിരിക്കുന്നു. ബൈറൺ ഓടാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ, ബാക്കിലേക്ക് ബോൾ ഓടാൻ വേണ്ടി ശ്രമിച്ച് സ്റ്റംപ് ചെയ്തു. ഫസ്റ്റ് വിക്കറ്റ് പോയിരിക്കുന്നു, ഒരു റണ്ണിന് ഒരു വിക്കറ്റ് പോയിരിക്കുന്നു. അതെ നമുക്ക് പിന്നെ അപ്പോൾ അതേ സെക്കൻഡ് ബാറ്റിംഗ് ആണ് കേട്ടോ. ബോൾ ചെയ്യാൻ വേണ്ടി ബോൾ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ഏകദേശം ഒരു 10-20 റണ്ണോളം എടുത്തിട്ട് 4 ഓവർ കളിയായിരുന്നു. ആ ബാറ്റ്സ്മാനല്ല, ആ ബാറ്റ്സ്മാനാണ് ശരിക്കും നല്ല ബോൾ ചെയ്തത്, അവർ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് കേട്ടോ. ബോൾ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബോൾ ഇതാ ചെറുക്കം മൊത്താല് ഫസ്റ്റ് ബോൾ അറിയാൻ പോകണ്ട. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോൾ ചെയ്യുന്നുണ്ട്. അടുത്ത ബോളും കൂടെ നോക്കാം കേട്ടോ. അവർക്ക് അവരുടെ പരിമിതികൾ വെച്ചിട്ട് അവർ ക്രിക്കറ്റ് ചെയ്യുവാണ് കേട്ടോ. ഓ ബാറ്റ്സ്മാൻ റെഡി ആയില്ല കേട്ടോ, അതുകൊണ്ടാണ് ബോൾ അറിയാതെ. 4 ഓവറേ ഉള്ളൂ കളി, ബാറ്റ്സ്മാൻ ഇതേ റെഡി ആവുന്നേ ഉള്ളൂ. ബാറ്റ്സ്മാനെ നമുക്ക് നോക്കാം, ബാറ്റ്സ്മാൻ്റെ അതിനുണ്ടോ നോക്കാം കേട്ടോ. ബോളിങ് ചെയ്ത് ഓ 4 അതെ നല്ല പ്ലെയറാണ്. ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ഫസ്റ്റ് ബോൾ ഓററിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല പ്ലെയറാണ് പുള്ളിക്കാരി. ഫസ്റ്റ് ബോൾ ഓററിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല പ്ലെയറാണ് പുള്ളിക്കാരി. എന്നുവെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ നല്ല പ്ലെയറാണ് പുള്ളിക്കാരിയാണ്. ഇവരുടെ തുറുപ്പ് ചീട്ട് അതല്ലേ, ഫസ്റ്റ് ഓവർ അറിയിച്ച് ഫസ്റ്റ് ബാറ്റിങ് കയറി. അടുത്ത ബോൾ അറിയാൻ പോകണ്ട, 2 4 അടിച്ച് ഈ ഓവറിൽ. ബാറ്റ്സ്മാൻ ഓൾ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ബോൾ കളി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഫോണിന് ചാർജ് ഇല്ലായിരുന്നു, ദേവൻ്റെ കളിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളതേ ഭക്ഷണം കഴിച്ചു കേട്ടോ. രുചി സ്വന്തമായിട്ട് തനിയെ പ്ലേറ്റിലേക്ക് കഴിച്ചത്. പണ്ട് ഹോട്ടലിലേക്ക് കയറുമ്പോൾ രുചിക്ക് വാരി കൊടുക്കാൻ ഒരാൾ, കൈ കഴിക്കാൻ ഒരാൾ. ഇതടി ഓ എന്ത് പെട്ടെന്ന് എല്ലാം റെഡി ആയില്ലേ. ആരുടെ ഈ നിൽക്കുന്നേ? ഓക്കെ ബൈ. ഇന്നത്തെ യാത്ര ഞങ്ങൾ ഇവിടെ നിർത്തുക. ഓക്കെ കേട്ടോ, ശരിന്നാ, ശരി ബൈ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് വരുവാണ് കേട്ടോ. കുറച്ച് നേരം നമ്മുടെ ഫോൺ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കുത്തിയിട്ടായിരുന്നു കേട്ടോ, അതിന് ഇച്ചിരി ചാർജ് കിട്ടി. നമ്മുടെ ദേവൻ്റെ
ക്രിക്കറ്റ് കളിയൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പം നമ്മൾ തിരിച്ചെത്തുമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് ഒരുപാട് നേരം മഴയായത് കാരണം ഒരുപാട് നേരം എടുത്തു നമ്മുടെ മാച്ച് തുടങ്ങാൻ. ആ സമയത്ത് ഞാൻ ആ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങി. ലിജി ഫോൺ കൊണ്ടുവന്നില്ല, പെട്ടെന്ന് വീട്ടിൽ ചെല്ലുമെന്നത് അറിയും. ലിജി എൻ്റെ ഫോണിലിരുന്ന് വീഡിയോ കാണുമായിരുന്നു കേട്ടോ, അല്ലേ? ഞാൻ ആ സമയത്ത് ഉറങ്ങുമ്പം അങ്ങനെയാണ് എന്താ പറയുക, ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നുപോയി. ഞാൻ ഉറക്കം എണീറ്റ് വീഡിയോ എടുക്കാൻ നോക്കുമ്പം ചാർജ് തീർന്നുപോയി. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. എന്തായാലും ഇന്ന് നമ്മൾ പോയ മാച്ച് ഒരുപാട് ഗെയിമുകളുണ്ട് കേട്ടോ, ഒരുപാട് ഗെയിമുകളുണ്ട്. പണ്ടൊക്കെ ഒരുപാട് ക്രിക്കറ്റ് ഒരുപാട് കളിക്കുമായിരുന്നു. അപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്രിക്കറ്റിൻ്റെ കിറ്റൊക്കെ ഇട്ടിട്ട് കളിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ രശ്മി കൊച്ച് തിരികെ ഉള്ള വീട്ടിലേക്കും പോയി. നെലിജി എന്തായാലും കരയാൻ വയ്യാത്തതുകൊണ്ടാണ് എന്നോട് കൂടെ വന്നത്. കരയാൻ വയ്യാത്ത ലിജിക്ക് ഭയങ്കര കരച്ചിലായിപ്പോൾ, അല്ലേ? അപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പോകാമെന്ന് കരുതിയത്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോട്ടോ.